ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് സംസാരിക്കുന്നത് കേട്ടോ. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഫാക്റ്റ്, അടിസ്ഥാന വിവരങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ് അതെന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സ്, പിന്നെ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. സോ അടിസ്ഥാന വിവരങ്ങൾ, മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് പറയുന്നത്. സോ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ് അല്ലേ. ഇനി അതിൻ്റെ ഫസ്റ്റ് റിലീസ്, ആദ്യത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് റിലീസ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 25, 1983. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളത് 1983 ഒക്ടോബർ 25-നാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇസ് എ പാർട്ട് ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് അല്ലേ. മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിനകത്തെ ഒരു ഭാഗമാണ് എന്ത്? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദി വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ത് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് വേർഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താണ്? സ്റ്റാർട്ട് ഫയൽ ഓഫ് MS Word 2007. MS Word 2007-ന്റെ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത് winword.exe എന്നുള്ളതാണ്. ഇത് പ്രത്യേകം പഠിക്കേണ്ടതാണ്, സ്റ്റാർ ഇട്ട് വെച്ച് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യൂ അല്ലേ, ഒരു ആപ്പ് ഫയലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് എന്താണ്, ഡെസ്ക്ടോപ്പിലെ ഐക്കൺസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ വേണം അല്ലേ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയലാണ് .exe എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയലിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ സ്റ്റാർട്ട് ഫയൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ഫയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? winword.exe എന്നുള്ളതാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് വേർഡിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാനായിട്ട് പറ്റുക. ക്ലിയർ? അപ്പോൾ എക്സിക്യൂട്ടബിൾ ഫയലിനെയാണ് നമ്മൾ സ്റ്റാർട്ട് ഫയൽ എന്ന് പറയുന്നത്. വേർഡിൻ്റെ ആണ് ഇവിടെ പഠിക്കുന്നത്. എക്സലിൻ്റെയും പവർ പോയിന്റിൻ്റെയും ഒക്കെ ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വേർഡിൻ്റെ ആണ് winword.exe എന്നുള്ളത്. പവർ പോയിന്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പവർ PNT എന്നാണ്. ക്ലിയർ? പവർ PNT.exe എന്നുള്ളതാണ് പവർ പോയിന്റിൻ്റേത്. എക്സലിൻ്റെ സെയിം തന്നെയാണ്, excel.exe എന്നാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക, എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ആക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ത്രൂ പ്രോപ്പർ ചാനൽ എങ്ങനെയാണ്? സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യണം, ഓൾ പ്രോഗ്രാംസ് എടുക്കണം, മൈക്രോസോഫ്റ്റ് ഓഫീസ് എടുക്കണം, പിന്നെന്താണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എടുക്കണം അല്ലേ. ക്ലിയർ അല്ലേ? ആദ്യം എങ്ങനെയാണ്? സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യണം, അപ്പോൾ ഓൾ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007, എക്സൽ, പവർ പോയിന്റ് എന്നുള്ളതൊക്കെ വരും. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോപ്പർ ചാനൽ വഴി നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ. ഐക്കണിൽ, ഡെസ്ക്ടോപ്പിലുള്ള ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ വേർഡ് പ്രോസസ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് അലോ യൂസർ ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് പ്രിന്റ് ഡോക്യുമെന്റ്. ഇതൊരു ഡോക്യുമെന്റ് പ്രോസസ്സറാണ്. അതായത് നമുക്ക് ഈ കത്തുകൾ, ലെറ്റർ, ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ്, മെമ്മോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ബുക്ക് ബൈൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഡോക്യുമെന്റ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഇയർ ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റാർട്ട് ഫയൽ ഓർത്തിരിക്കേണ്ടതുണ്ട്. കണക്റ്റിംഗ് ഫാക്റ്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രയാണ് ഓർക്കേണ്ടതായിട്ട് ഉള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇനി കുറച്ച് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്.
ഇവിടെ നോക്കാം, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് അതിൻ്റെ പവർ ഉണ്ടാവുക, ഫുൾ അതോറിറ്റി അവർക്കായിരിക്കും. അതിൻ്റെ ഒരു യൂസിങ് മാത്രമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? അതിവിടെ എന്താണ് നടക്കുന്നത്? അവിടെ എന്താ നടക്കണേ ഓർത്ത് നോക്കിയേ. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നമ്മൾ എന്താ പഠിച്ചേ? അവിടുത്തെ സോഴ്സ് കോഡ് ഹിഡൻ ആയിരിക്കും, നമുക്ക് ഓൺലി ഒബ്ജക്റ്റ് കോഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പം അത്തരത്തിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ട സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. നമ്മളിത് മൈക്രോസോഫ്റ്റിൽ നിന്ന് പൈസ കൊടുത്ത് ലൈസൻസ് മേടിക്കേണ്ടതാണ്. ആ ലൈസൻസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് കീ എന്ന് പറയുക. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. ഇനി അതുപോലെ തന്നെ ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് വിർച്വൽ ആയിട്ട് ഇതുപോലെ വേർഡ് പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ വേർഡ് പ്രോസസ്സിങ് സോഫ്റ്റ്വെയർ ആണ്, ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് ഡോക്സ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഗൂഗിളിൻ്റെ ജിമെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്കിത് കൂടെ കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പെൻ ഡ്രൈവിലോ അങ്ങനെയൊന്നും ആക്കേണ്ട കാര്യമില്ല. ലിങ്കുകളായിട്ടൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കയ്യിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇനി ലിബ്രെ റൈറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സോഴ്സ് കോഡും ഒബ്ജക്റ്റ് കോഡും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. പൈസ കൊടുത്ത് മേടിക്കേണ്ടതല്ല അല്ലേ? ഇത്രയാണ് സിമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് എനേബിൾ ആക്കുന്ന ലിനക്സിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ലിബ്രെ റൈറ്റർ എന്ന് പറയുന്നത്. ദെൻ ഓഫീസ് ഓൺലൈൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. അബി വേർഡ് റൈറ്റർ എന്ന് പറയുന്നതും ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. സോഹോ ഓഫീസ് 365 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ്? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇനി മൈക്രോസോഫ്റ്റിൻ്റെ ഓൺലൈൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് നമ്മളുടെ ഗൂഗിൾ ഡോക്സിന് ബദലായിട്ട് ഗൂഗിൾ ഡോക്സ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഉണ്ട്. അതാണ് മൈക്രോസോഫ്റ്റ് 365. നമ്മളുടെ ഫോണിലൊക്കെ ഉണ്ടാവും 365. ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഓൺലൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ജിമെയിൽ വെച്ചിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകൾ ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ കോവിഡ് സമയത്ത് കുട്ടികളുടെ ഇടയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് WPS ഓഫീസ് എന്ന് പറയുന്നത്. ഇതിലും ഇതുപോലെ തന്നെ വേർഡും എക്സൽ, പവർ പോയിന്റ്, PDF വ്യൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തതാണ് എന്താണ്? ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് എ വേർഡ് 2007. ബൈനറി ഫയൽ ഫോർമാറ്റ് എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് വേർഡ് 2007 വേർഡ് വേർഷൻ്റെ ബൈനറി ഫയൽ ഫോർമാറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? .doc ആണ്. ഇനി ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഡീഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഓഫ് വേർഡ് 2007 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ .docx ആണ്. അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 2007 വേർഡ് വേർഷൻ്റെ ബൈനറി ഫയൽ ഫോർമാറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ .doc ആണ്. ഡീഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഓഫ് വേർഡ് 2007 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ .docx ആണ്. ക്ലിയർ? ഇത് രണ്ടും ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇനി എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി നോക്കുക, ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റുകളാണ് ഞാനിനി പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തേതായിട്ടുള്ളതാണ് .doc. നോക്കുക, ആദ്യത്തേതാണ് .doc. അതിൻ്റെ പേരെന്താ എഴുതിയേക്കണേ നോക്കിയേ. ഈ ഫയൽ ഫോർമാറ്റിൻ്റെ പേരാണ് എന്ത്? വേർഡ് 97 to 2003 ഡോക്യുമെൻറ്റ്. അതായത് 2003 വരെയുള്ള 1997 മുതൽ 2003 വരെയുള്ള വേർഷൻസിൻ്റെ ഫയൽ ഫോർമാറ്റാണ് .doc എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റൻഷൻ ഫോർ ഓൾഡസ്റ്റ് വേർഷൻസ് ഓഫ് വേർഡ് 2007 അല്ലേ? എക്സ്റ്റൻഷൻ ഫോർ ഓൾഡസ്റ്റ് വേർഷൻസ് ഓഫ് വേർഡ് 2007. 2007 വേർഡ് വേർഷന് മുമ്പുള്ള വേർഷൻസിൻ്റെ എക്സ്റ്റൻഷനാണ്
.doc എന്നുള്ളത് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ 2003 വരെ 1997 മുതൽ 2003 വരെയുള്ള ഫയലുകളുടെ വേർഡ് ഫയലുകളുടെ എക്സ്റ്റൻഷൻ ആയിരുന്നു .doc എന്ന് പറയുന്നത്. അപ്പോൾ 2007 മുമ്പുള്ളതാണ് 2003 വേർഷൻ അല്ലേ. അപ്പോൾ അതാണ് പ്രീവിയസ് വേർഷൻ അല്ലെങ്കിൽ ഏർലിയർ വേർഷൻസിന്റെ എക്സ്റ്റൻഷൻ ആണ്. അപ്പം അതുകൊണ്ടാണ് ബൈനറി ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. 2007 എന്ന് പറയുന്നത് 2003 എന്ന് പറയുന്ന വേർഷനെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആക്കി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുള്ളതാണ്, കുറേ കൂടെ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം എന്താണ്, അതിൻ്റെ ബേസ് ആയിട്ട് നിൽക്കുന്നതാണ്. മനസ്സിലായോ? നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തു, ആ കാര്യത്തിൽ നിന്ന് കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പുതിയ വേർഷൻ. അപ്പോൾ ആ പുതിയ വേർഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബൈനറി ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ 2007 വേർഡ് വേർഷൻ്റെ ബൈനറി ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് .doc ആണ്. .doc എന്ന് പറയുന്നത് 1997 മുതൽ 2003 വരെയുള്ള വേർഷൻസിൻ്റെ ഫയൽ ഫോർമാറ്റിനെയാണ് .doc എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കാര്യങ്ങളും അതുപോലെ പഠിച്ചു വെക്കുക. ഇനി .docx കൂടെ ഒരു എക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം പേരുണ്ട്, സ്ക്രിപ്റ്റ് ഓപ്പൺ XML ഡോക്യുമെൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. അതായത് എന്താണ്, വെബ് പേജ് കണക്ടിവിറ്റി അല്ലെങ്കിൽ XML സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് വെബ് പേജ് കണക്ടിവിറ്റി ആണ്. നമ്മളുടെ വേർഡിൻ്റെ ഡോക്യുമെൻറ്റിൽ തന്നെ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നത് 2007 വേർഷനിലാണ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫയൽ എക്സ്റ്റൻഷൻ്റെ അവസാനത്തിൽ ഒരു എക്സ് വന്നിട്ടുള്ളത്. അതും പ്രത്യേകം PSCയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഉള്ളതാണ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. .docx എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫോർ എന്താണ്, സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, വെബ് പേജ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ XML സ്റ്റാൻഡേർഡ് ആണ്. XML എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, HTML ആണ് അല്ലേ, വെബ് പേജ് ആണ്. സോ നോക്കുക, .docx പേര് ഓർത്തിരിക്കണം, സ്ക്രിപ്റ്റ് ഓപ്പൺ XML ഡോക്യുമെന്റ് എന്നുള്ളതാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് 2007 വേർഷൻ്റെ ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ ആണ്. 7 വേർഷൻ്റെ മാത്രമല്ല, 2007 മാത്രമല്ല, 19, 16, 13, 2010 ഒക്കെ ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .docx തന്നെയാണ്. ക്ലിയർ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് XML സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടാണ്, വെബ് പേജ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇറ്റ് സപ്പോർട്ട്സ് വെബ് പേജ് എന്നുള്ള കാര്യം അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് .docm. .docm ഇവിടെ M ആണ് നോക്കേണ്ടത്. സോ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ അധികം ടാസ്കുകൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിപ്പീറ്റേറ്റീവ് ടാസ്കിനെ ഒരു പ്രോഗ്രാം പോലെ സ്കെഡ്യൂൾ ചെയ്തിട്ട് റണ്ണ് ചെയ്യിപ്പിക്കാം. അതാണ് നമ്മളുടെ മാക്രോ എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. സോ അത്തരത്തിൽ മാക്രോ എനേബിൾ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് .docm എന്ന് പറയുന്നത്. ഇവിടെ നോക്കണം, .docm എന്ന് വന്നു കഴിഞ്ഞാൽ, .docx എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ഡോക്യുമെൻ്റ് എന്നാണ് പഠിക്കേണ്ടത്. ക്ലിയർ? ഇനി അടുത്തത് ടെംപ്ലേറ്റ് വരുന്നുണ്ട്, അത് കൺഫ്യൂസ് ആവരുത്. അപ്പോൾ .docx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XML സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്. .docm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ എനേബിൾഡ് ആയിട്ടുള്ള വേർഡ് ഡോക്യുമെന്റ്. ക്ലിയർ? അപ്പോൾ CM എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡോക്യുമെന്റ് ആണ്. ഐദർ മാക്രോ എനേബിൾഡ് ഡോക്യുമെന്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, XML ഡോക്യുമെന്റ് ആവാം. ക്ലിയർ? അപ്പോൾ അത് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് നമ്മൾ നോക്കുകയാണ് .dot. .dot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എക്സ്റ്റൻഷൻ ആണ്. സോ ഈ എക്സ്റ്റൻഷൻ്റെ പേരാണ് 2003 വരെയുള്ള ഡോക്യുമെൻറ്റിൻ്റെ ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റെഡിമെയ്ഡ് ഡോക്യുമെൻ്റ് ആണ് അല്ലേ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളുക കേട്ടോ, നോട്ടിൽ കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ അഡീഷണൽ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളുക, ഇനി അവസാനം കിട്ടിയില്ല എന്ന് പറഞ്ഞേക്കരുത്. സോ റെഡിമെയ്ഡ് ഡോക്യുമെൻസിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുക. എന്താ കാര്യം, അതിനകത്ത് എല്ലാ പാരഗ്രാഫ്, സ്റ്റൈല്, ക്യാരക്ടർ ഫോർമാറ്റിംഗ് എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും. നമ്മളുടെ കണ്ടന്റുകൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ ക്യാൻവയിൽ എഡിറ്റിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ, അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻസിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുക. ഡീഫോൾട്ട് ടെംപ്ലേറ്റിൻ്റെ പേരാണ് നോർമൽ. ഓക്കെ, അപ്പോൾ
1997 മുതൽ 2003 വരെയുള്ള വേർഷൻസിനകത്തെ ഫയൽ ഫോർമാറ്റ് ആണ്, ടെംപ്ലേറ്റിനെ സൂചിപ്പിക്കുന്ന ഫയൽ ഫോർമാറ്റ് ആണ് .dot എന്ന് പറയുന്നത്. ക്ലിയർ? 97 മുതൽ 2003 വരെയുള്ള വേർഷൻസിൽ വേർഡ് ടെംപ്ലേറ്റിനെ സൂചിപ്പിക്കുന്ന എക്സ്റ്റൻഷൻ ആണ് അല്ലെങ്കിൽ ഫയൽ ഫോർമാറ്റ് ആണ് .dot എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ എക്സ് വന്നു നോക്കുക, എന്തായി? .dotx ആയി. അപ്പം എന്താണ്? 2007 വേർഷന്റെ ടെംപ്ലേറ്റ് ആയി. ക്ലിയർ ആണോ? 2007 വേർഷന്റെ മാത്രമല്ല 2019, 16, 13, 10ന്റെ ഒക്കെ ടെംപ്ലേറ്റിന്റെ എക്സ്റ്റൻഷൻ വരുന്നത് എന്താണ്? .dotx ആണ്. അപ്പൊ TX എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ്? XML സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്ന വേർഡ് ടെംപ്ലേറ്റ് എന്നുള്ളത് ഓർക്കണം. XML സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്ന വേർഡ് ടെംപ്ലേറ്റ് എന്ന് ഓർക്കണം. .dotx എന്ന് വന്നു കഴിഞ്ഞാൽ .dot എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഏർലിയർ വേർഷൻസിനകത്തെ വേർഡ് ടെംപ്ലേറ്റ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് .dotm. അതായത് എന്താ? .dotx ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്താണ്? മാക്രോ എനേബിൾഡ് ഡോക്യുമെന്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ടി വന്നു, സി മാറി, ടി വന്നു, അപ്പൊ എന്താവും? ടെംപ്ലേറ്റ് ആവും. ക്ലിയർ ആണോ? മാക്രോ എനേബിൾഡ് ടെംപ്ലേറ്റിന്റെ എക്സ്റ്റൻഷൻ ആണ് .dotm. 2007, 2010, 13, 16, 19 വേർഷൻസിന്റെ ഒക്കെ, അതായത് 2007 മുതൽ ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വേർഷൻസിന്റെയും തന്നെ എക്സ്റ്റൻഷൻ ആണ് ഈ പറഞ്ഞതെല്ലാം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഫയൽ ഫോർമാറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഫീച്ചേഴ്സ് നോട്ടിലുണ്ട്, ഞാനത് കാണിക്കാം. സോ അതിന് മുമ്പായിട്ട് നമ്മളുടെ ഓൾഡ് ഫീച്ചേഴ്സ്, അതായത് നമ്മളുടെ 2007 വേർഷൻസിനകത്ത്, വേർഡ് 2007 വേർഷൻസിനകത്ത് ഓൾഡ് വേർഷൻസ് ഓപ്പൺ ആക്കാം. ഓക്കെ, ഓൾഡ് വേർഷൻസ് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ 2007 വേർഷൻസിനകത്ത് അതിലെ പഴയ ഫയലുകൾ, പഴയ വേർഷൻ്റെ ഫയലുകൾ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആകുന്ന മോഡിനെയാണ് കമ്പാറ്റബിലിറ്റി മോഡ് എന്ന് പറയുക. ഓക്കെ, കമ്പാറ്റബിലിറ്റി മോഡ് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഒരു ഫയല് കമ്പാറ്റബിലിറ്റി മോഡിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പ്രീവിയസ് വേർഷൻ അല്ലെങ്കിൽ ഓൾഡർ വേർഷനിലെ ഫയലാണ്. അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു എന്താണ് വേർഷനിലാണ് എന്ന് ഓർക്കണം. അതായത് 2003 ഫയല് 2007 ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് മോഡിലാണ് ഓപ്പൺ ആവുക? കമ്പാറ്റബിലിറ്റി മോഡിലാണ്. അതായത് അഡീഷണൽ ഫങ്ഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ 2003 അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഫയൽ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പുതിയത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പുതിയത് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് സേവ് ആസ് കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2003 വേർഷൻസിലുള്ള ഫയൽ, 2003 വേർഷനിലുള്ള ഫയൽ 2007 വേർഷനിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക? കമ്പാറ്റബിലിറ്റി മോഡിൽ ഓപ്പൺ ആക്കുക എന്നാണ് പറയുക. ഇനി തിരിച്ചു പറ്റുമോ? തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. 2007 വേർഷനിലുള്ള ഫയലുകൾ പഴയ വേർഷനിൽ 2003 അതിന് മുമ്പോ ഉള്ള ഫയലുകളിൽ ഓപ്പൺ ആക്കാനായിട്ട് പറ്റില്ല. കാരണം അത്രയും താങ്ങത്തില്ല, പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും താങ്ങില്ല. അപ്പോൾ ഈ കമ്പാറ്റബിലിറ്റി മോഡ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് ഞാൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗം കൂടെ പറയാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ക്യാരക്ടേഴ്സ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഇൻ എ ഫയൽ ഫോർമാറ്റ്? ഞാനത് വിട്ടുപോയൊരു ഭാഗമാണ്, നമ്മൾ ഫയൽ ഫോർമാറ്റ് പഠിക്കുമ്പോൾ തന്നെ ഓർക്കേണ്ടതാണ്. അതായത് ഫയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫയൽ എന്ത് ടൈപ്പാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഫയൽ ഫോർമാറ്റ്. ഇപ്പോൾ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡോട്ടിന് അപ്പുറവും ഇപ്പുറവും ആയിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? ഒരു ഡോട്ടിന് അപ്പുറവും ഇപ്പുറവും ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഡോട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് എന്ത്? ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് എന്ത്? ഫയൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെന്റ് എന്ത് ടൈപ്പാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യമാണ് ഫയൽ ഫോർമാറ്റ്. ഒരു ഫയൽ ഫോർമാറ്റിന് അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു എക്സ്റ്റൻഷന് അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. 2 ക്യാരക്ടർ ഉള്ളതാണ് .js. പിന്നെ 3 ആവാം. മാക്സിമം എത്ര വരെ പോവാം?
4 വരെ പോവാം. അപ്പം മിനിമം എത്രയാണ്? 2 ആണ്. മാക്സിമം എത്രയാണ്? 4 ആണ്. അപ്പോൾ എന്താണ് ഫയൽ ഫോർമാറ്റ് എന്ന് ഓർത്തിരിക്കുക. ഒരു ഫയൽ എന്ത് ടൈപ്പ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഫയൽ ഫോർമാറ്റ്. അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടർ എങ്കിലും വേണം. മാക്സിമം എത്രയാണ്? 4 ക്യാരക്ടർ ആണ് വേണ്ടത്. അപ്പം നോക്കിയേ, ഹൗ മെനി ക്യാരക്ടേഴ്സ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഇൻ എ ഫയൽ ഫോർമാറ്റ്? അറ്റ്ലീസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ് അപ്പോൾ വരിക? എത്രയാണ്? 2 ആണ്. മാക്സിമം എത്ര വരാം? 4 വരാം അല്ലേ? മാക്സിമം എത്ര വരെ വരാം? 4 വരെ വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ് ഇൻ ഡോട്ട് DOCX സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? നമ്മൾ പറഞ്ഞു XML സ്റ്റാൻഡേർഡ് ആണ്, വെബ് പേജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഏതാ ആൻസർ ആയിട്ട് വരിക? ബോത്ത് ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? ഇനി അടുത്തത് നോക്കുക. സ്റ്റാർട്ട് ഫയൽ ഓഫ് MS വേർഡ് winword.doc, winword.exe, msword.exe, none. അപ്പോൾ ചോദ്യം കണ്ട ഉടനെ ചാടിക്കേറി എഴുതുന്ന ആളാണെങ്കിൽ ഓപ്ഷൻ എ പോയി കറുപ്പിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതായത് നമ്മൾ വിൻവേർഡ് എന്ന് പെട്ടെന്ന് പഠിച്ചു പോവും. ഈ അവസാനം വന്നിരിക്കുന്ന ആളെന്നെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഇവിടെ തെറ്റിക്കാനായിട്ടുള്ള ആളുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഫയൽ ഓഫ് MS വേർഡ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ ആണെന്ന് ഞാൻ പറഞ്ഞു. എക്സിക്യൂട്ടബിൾ ഫയലിൻ്റെ ഷോർട്ട് ഫോം ആണ് .exe എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ സ്റ്റാർട്ട് ഫയൽ ഓഫ് MS വേർഡ് എന്ന് പറയുന്നത് winword.exe എന്ന് തന്നെയാണ്. അതിൽ കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണം. നെക്സ്റ്റ് നോക്കുക. MS ഓഫീസ് ഫസ്റ്റ്ലി റിലീസ്ഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് വന്നത്? 1983 വന്നത് അല്ലേ? 1983 വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഓൺലൈൻ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതാണ്? ഗൂഗിൾ ഡോക്സ് ആണ്. ഇത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്, ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. .docm സ്റ്റാൻഡ്സ് ഫോർ. DOCM എന്ന് പറയുന്നത് എന്താണ്? CM ആണ്. C4 എന്താണ്? നമ്മൾ പഠിച്ച ഡോക്യുമെന്റ് ആണ് എന്ന് ഓർക്കണം. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ. അപ്പം എന്താണ്? മാക്രോ എനേബിൾഡ് വേർഡ് ഡോക്യുമെന്റിനെയാണ് .docm എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് MS വേർഡ് ഡോക്യുമെന്റ് എന്താണ്? ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് MS വേർഡ് ഡോക്യുമെന്റ് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ ഡോക്യുമെന്റ് ആയതുകൊണ്ട് .doc ആണ്. ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് ടെംപ്ലേറ്റ് ആയിരുന്നെങ്കിൽ, MS വേർഡ് ടെംപ്ലേറ്റ് ആയിരുന്നെങ്കിൽ .dot ആകുമായിരുന്നു. അപ്പോൾ ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് MS വേർഡ് ഡോക്യുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ മാറുകയാണ്. ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് MS വേർഡ് ടെംപ്ലേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ .dot ആണ്. ഡിഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നോർമൽ ആണ്. 2000 വേർഷൻസിനകത്ത് റെഡിമെയ്ഡ് ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുക. അതിനകത്ത് കറക്റ്റ് നമ്മളുടെ കാര്യങ്ങൾ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ബാക്കി എല്ലാം വെൽ സെറ്റിൽഡ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് വേർഡ് ടെംപ്ലേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു .dot ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫോൾട്ട് എക്സ്റ്റൻഷൻ ഓഫ് MS വേർഡ് 2007 ഡോക്യുമെന്റ്. 2007 വേർഷൻ്റെ ഡിഫോൾട്ട് എക്സ്റ്റൻഷനെ നമ്മൾ എന്താ പറയുന്നത്? .docx ആണ്. X4 XML സ്റ്റാൻഡേർഡ് സപ്പോർട്ട് വെബ് പേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. .dotm സ്റ്റാൻഡ്സ് ഫോർ. DOTM ആണ്. അപ്പോൾ C മാറി T വന്നു. T വന്നു കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് എന്ന് ഓർക്കാൻ പറഞ്ഞു. എമ്മിനെ കണ്ടു കഴിഞ്ഞാൽ മാക്രോ ആണ്. അപ്പോൾ എന്താണ്? മാക്രോ എനേബിൾഡ് ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. വേർഡ് ടെംപ്ലേറ്റ്, മാക്രോ എനേബിൾഡ് വേർഡ് ഡോക്യുമെന്റ് എന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ DOTM എന്ന് പറയുന്നത് എന്താണ്? മാക്രോ എനേബിൾഡ് വേർഡ് ടെംപ്ലേറ്റ് ആണ്. സോ ഓപ്ഷൻ ഏതാ വരിക? നണ്ണാണ് ഉത്തരം. ക്ലിയർ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഫീച്ചേഴ്സ് കൂടെ പറയാനുണ്ട്. ഞാനത് സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. സോ അതും കൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നോട്ടിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. ഇനി പുതിയ ഫീച്ചേഴ്സ്, MS വേർഡിനകത്തെ പുതിയ ഫീച്ചേഴ്സ് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കേണ്ടതായിട്ടേ ഉള്ളൂ. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ആദ്യത്തേതാണ് പുതിയ യൂസർ ഇൻ്റർഫേസ് കുറേ മാറിയിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ 2003 വേർഷനിൽ മെനു ബാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. എല്ലാം ഹൈഡാക്കി വെച്ചേക്കുന്ന രീതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇൻ്റർഫേസിലെല്ലാം എന്താണ്? ഒന്നും അറിയാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്
പുതിയ വേർഷൻസിനകത്ത് വന്നിട്ടുള്ളത് അല്ലേ. അതായത് മെനു ബാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് റിബൺ എന്നുള്ള രീതിയിൽ മാറി, റിബൺ ടാബ് എന്നുള്ള രീതിയിൽ മാറി അല്ലേ. അപ്പോൾ ഒരു എല്ലാ കമാൻഡിനെയും ഒറ്റയടിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പുതിയ വേർഷൻസിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ന്യൂ യൂസർ ഇന്റർഫേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഡോക്യുമെന്റ് എക്സാക്ട് പ്രിന്റ് എടുക്കുമ്പം എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാൻ പറ്റുന്ന ലൈവ് പ്രിവ്യൂ മോഡിലാണ് നമ്മൾ 2007 വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാർജിൻ, ലേഔട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ലൈവ് പ്രിവ്യൂ ഉള്ളതാണ്. 2007 വേർഷനിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ലൈവ് പ്രിവ്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വെബ് പേജ് കണക്ടിവിറ്റി, XML കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന മോഡ്, അത് വെബ് പേജിനെ ഒരു ഡോക്യുമെൻറ്റിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യം കൊണ്ടുവന്നത് 2007 വേർഷനിലാണ്. പ്രീവിയസ് വേർഷനിൽ അങ്ങനെയുള്ളൊരു കാര്യമില്ല. അപ്പോൾ XML സപ്പോർട്ട് വന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്? 2007 വേർഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് സ്റ്റൈലുകളും തീമുകളും കൊണ്ടുവന്നു. സ്റ്റൈല്, ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ്. തീം എന്ന് പറയുന്നത് ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഓവറോൾ കളർ, ഫോണ്ട്, എഫക്റ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുള്ളത് 2007 അതുപോലെ തന്നെ പ്രീ ഫോർമാറ്റഡ് എലമെൻറ്റ്സ് ഒത്തിരി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ആർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്സ്റ്റ് ബോക്സുകൾ, അത് ഫുൾ കോട്ട്സ് ആവാം, സൈഡ് ബാർ ആവാം, ഒരുപാട് തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് തരാൻ ഉണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് എലമെൻറ്റ് പ്രീ ഫോർമാറ്റഡ് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സൈറ്റേഷൻ മാനേജർ, നമ്മൾ റെഫറൻസ് പഠിക്കും സൈറ്റേഷൻ കൊടുക്കാനുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് 2007 വേർഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ എഫക്റ്റുകൾ, ഒരു പിക്ചറിനോ ടെക്സ്റ്റ് ബോക്സിനോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബെവൽ, ഗ്ലോ, 3D എഫക്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ടുള്ളത് 2000 വേർഷനിലാണ്. അതുപോലെ തന്നെ ലൈവ് സ്പെൽ ചെക്ക്, ഗ്രാമറ്റിക്കൽ അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് കാണിച്ച് അതിൻ്റെ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന രീതിയും കുറച്ചും കൂടെ അഡ്വാൻസ് ആക്കിയിട്ടുള്ളത് 2007 വേർഷനിലാണ്. സ്മാർട്ട് ആർട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്മാർട്ട് ആർട്ടിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോൺസെപ്റ്റ് ആണ്. ഒരു ഐഡിയ എന്താണെന്ന് എഴുതി വെക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഒരാൾക്ക് മനസ്സിലാവുന്നത് അത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസ് ആയിട്ട് മാറുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഐഡിയനോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ പെട്ടെന്ന് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് സ്മാർട്ട് ആർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവിടെയും ഒരുപാട് പ്രീ ഫോർമാറ്റഡ് എലമെൻറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് 2007 വേർഷനിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പഴയ റീഡിംഗ് മോഡിലാണെങ്കിൽ ഒരുപാട് ടൂൾ ബാറുകളും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. പ്രീവിയസ് വേർഷൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ 2007 വേർഷനിലുള്ള ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂവിൽ മാത്രം ഉപയോഗിക്കേണ്ട ടൂൾസ് മാത്രം, അതായത് സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള ടൂൾസ് മാത്രമാണ് ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂവിൽ 2007 വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നെസസറി ടൂൾ ബാർസ് മാത്രമായിരിക്കും ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂവിൽ ഉണ്ടാവുക, ബാക്കിയെല്ലാം ഹിഡൻ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മളുടെ വേർഡ് ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും 2007 അവൈലബിൾ ആണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുള്ളതും ഈ ഒരു 2007 വേർഷനിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ എഡിഷൻസ് വരുത്തി, എന്തൊക്കെ ഡിലീറ്റ് ചെയ്തു, എന്തൊക്കെ ആഡ് ഓൺ ചെയ്തു എന്നുള്ളത് ബലൂൺസും കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വേർഷൻസ്, എത്ര വേർഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ട്രാക്ക് ചേഞ്ചുകൾ നോക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് റെഫറൻസ് ടാബിൽ. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് 2007 വേർഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓർക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരു ഓതൻറ്റിഫിക്കേഷനാണ്. ഈ ഒരു ഫയൽ എന്താണ് വാലിഡ് ആയിട്ടുള്ളൊരു പ്രൂഫാണ് എന്നുള്ളത് സെറ്റിൽ ചെയ്യുന്ന ഒരു ഓതൻറ്റിഫിക്കേഷനാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിനെ ഇത്തരത്തിലൊരു ആധികാരികമായിട്ടുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുള്ളതും 2007 വേർഷനിലാണ്. അതായത് പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്യേണ്ട കാര്യമില്ല, ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിനകത്ത് ഡിജിറ്റൽ വെച്ചാൽ തന്നെ അത് വാലിഡ് ആക്കുകയാണ് ചെയ്യണത്, അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നത് 2007 വേർഷനിലാണ്. അതുപോലെ തന്നെ ബെറ്റർ ഷെയറിംഗ് കാപ്പബിലിറ്റി, അതായത് വേർഡ് ഷെയർ ചെയ്യണ സമയത്ത് എവിടെ വേണമെങ്കിലും ഓപ്പൺ ആവാൻ പറ്റുന്ന രീതിയിലാണ് നിലവിലുള്ള വേർഡ് ഫയലുകൾ ഉള്ളത്.
മറ്റേത് അങ്ങനെയല്ല, ഇന്ന സോഫ്റ്റ്വെയർ ഇന്ന വേർഷനിലുള്ളത് വേണമെന്ന് തന്നെ നിർബന്ധമായിരുന്നു. ഇത് അങ്ങനെയില്ല. അതാണ് ഞാൻ കമ്പാറ്റബിലിറ്റി മോഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ദെൻ മാക്രോ ഡിറ്റക്ഷൻ, ഒരു ഡോക്യുമെന്റിൽ മാക്രോ ഉണ്ടോ എന്ന് ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് 2007 വേർഷനിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഓർത്തിരിക്കേണ്ടത്. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അഥവാ ചോദിച്ച് കാണുന്നത് തന്നെ ഈ ഇൻ്റർഫേസും അതുപോലെ തന്നെ XML സ്റ്റാൻഡേർഡും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ടോട്ടലി ഉള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് 30 മിനിറ്റ് ക്ലാസ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് 30 മിനിറ്റ് ക്ലാസ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് പ്രാക്ടിക്കലി ഈ ക്ലാസ്സിലില്ല. അതുകൊണ്ടാണ് അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരിക്കും ക്ലാസ്സിന് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.